ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് അയക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ തിരുമുഖത്തിൻ്റെ ഭക്തിയും തിരുമുഖ ജപമാലയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതായിരുന്നു ആ പുസ്തകം. ഇതിൻ്റെ ബാക്കിൽ ഈശോയുടെ ഈ തിരുമുഖം. ഇതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഞാൻ അന്ന് ഈ പുസ്തകം മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഭക്തിയാണ് ഈശോയുടെ തിരുമുഖ ഭക്തി. ഇത് ഇപ്പോൾ തുടങ്ങിയ ഭക്തിയല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചാവറ പിതാവിൻ്റെ കാലത്ത് മുതലേ ഞാനിത് വായിച്ചിട്ടുണ്ട്. അതിന് മുൻപുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇത് ഇപ്പോൾ വന്ന ഒരു പുതിയ ഭക്തിയല്ല, ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തി. ഞാനിത് വീണ്ടും ഈ വീഡിയോ ഇടുന്നത് ഇതിലെ ഒരു ജപമാലയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈശോയുടെ തിരുമുഖ ജപമാല. ഈ ജപമാല കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് കുറേ മക്കളെ എന്നെ വിളിച്ച് ചോദിച്ചു. ഈ ജപമാലയും ബുക്കുകളൊന്നും കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. കാരണം എനിക്ക് തീരെ വയ്യാതിരിക്കുകയല്ലേ. ഞാനിങ്ങനെ സുഖമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥകളൊക്കെ മോശമാവും. പിന്നെ ജപമാല കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇത് ചെയ്യുന്ന വ്യക്തികളുടെ ഫോൺ നമ്പറുകൾ ഞാൻ ഒരു ലിസി സൈമണിൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഈ പങ്കുവയ്ക്കലിന് ശേഷം ഞാൻ വീണ്ടും ആ നമ്പർ ഇതിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പോൾ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല റെഡിയായി അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങാം. അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ. ഒരു സ്വർണ്ണ മെഡലിൻ്റെ സ്വർണ്ണ അമ്പ് പ്രാർത്ഥന. ഇതാണ് ജപമാല. 33 മണികളുള്ള ജപമാല. ഇതാണ് വിശുദ്ധയ്ക്ക് കാണിച്ചു കൊടുത്ത ആ മെഡല്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഇതാണ് ശരിക്കും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല വിശുദ്ധ പത്രോസിൻ്റെ മേരി രചിച്ചത്. പിന്നെ ഓരോ ദേവാലയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ജപമാലകൾ ഉണ്ടാകും. പക്ഷേ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാല എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ള വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന സിസ്റ്ററാണ് ഈ പരിഹാര ജപമാല രചിച്ചിട്ടുള്ളത്. ഈ പരിഹാര ജപമാല ദൈവത്തിൻ്റെ ശത്രുക്കളുമായി പ്രാർത്ഥനയിലൂടെ യുദ്ധത്തിൽ ഏർപ്പെടാൻ ഈശോ പറഞ്ഞു ഒരിക്കൽ ഈ വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന് പറയുന്ന സിസ്റ്ററിനോട്. പ്രത്യേകിച്ചും വിശ്വാസത്തെ ആക്രമിക്കുന്ന നിരീശ്വരവാദത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ദുർബോധങ്ങൾക്കെതിരായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണമെന്ന് ഈ സിസ്റ്ററിനോട് ഈശോ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആ വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന സിസ്റ്റർ രചിച്ച ജപമാലയാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാല. അത് ഇപ്പോൾ റെഡിയായി. കുറേ നാളുകളായി അതിൻ്റെ പണിപ്പുരയിലായിരുന്നു അവർ. അവർക്ക് കുറേയേറെ സഹനങ്ങളൊക്കെ കിട്ടി. ഈ മെഡല് കിട്ടാനും അതുപോലെ ജപമാല നെയ്തെടുക്കാനും ഒക്കെ കുറേ സഹനങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ ജപമാല എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഇത് വാങ്ങാം. ഇതിലൂടെ ഒരു വലിയ അത്ഭുതം, ഒരു വലിയ സന്തോഷത്തിൻ്റെ അത്ഭുതം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ജപമാലയിലൂടെ അല്ല, അത് ഞാൻ പറഞ്ഞു തരാം. ഈ ജപമാല എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് ജപമാല. അപ്പോൾ കുരിശ് രൂപത്തിൽ പിടിച്ച് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണം. കുരിശിന്മേൽ പിടിച്ച്, നിത്യപിതാവേ, ഞങ്ങളുടെ നാഥനായ ഈശോ മിശിഹായുടെ കുരിശും അവൻ്റെ പീഡാനുഭവത്തിലേക്ക് നയിച്ച എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് അങ്ങേ പ്രിയപുത്രൻ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ശത്രുക്കളുടെ കൂടാരത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമേ. ഇതാണ് കുരിശ് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പിന്നെ കാണുന്നത് 5 മണികളാണ്. 5 മണികൾ. ഈ 5 മണികളിൽ 5 അപേക്ഷകളാണ് ചൊല്ലേണ്ടത്. ഒന്നാമത്തേല് ദൈവം ഉണർന്നു നിൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. രണ്ടാമത്തെ മണിയിൽ ദൈവത്തിന്റെ 3 വിശുദ്ധ നാമങ്ങൾ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും തകിടം മറിക്കട്ടെ. മൂന്നാമത്തെ മണിയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഭിന്നിപ്പിനാൽ അവരെ ചിതറിക്കട്ടെ. നാലാമത്തെ നിത്യനായ ദൈവത്തിന്റെ ശക്തമായ നാമം അവരുടെ നിരീശ്വരത്വത്തെ ഇല്ലാതാക്കട്ടെ. കർത്താവെ, പാപിയുടെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അവർ മാനസാന്തരപ്പെടാനും ജീവിക്കാനുമാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഇതാണ് 5 മണികളിലുള്ള 5 അപേക്ഷകൾ. അതിനുശേഷം പിന്നെ ഈ മെഡലാണ്. ഈ മെഡലിനെ കുറിച്ച് നമ്മൾ പങ്കുവെച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മെഡലിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക്. ഈ മെഡൽ എങ്ങനെയാണ് ഈ ജപമാലയുടെ ഉള്ളിൽ വന്നത്. അതൊരു നല്ല അനുഭവമാണ്. ഈ സ്വർണ്ണ മെഡല് ഈ ജപമാലയിൽ വന്നത്. അത് ഒരു വാഴ്ത്തപ്പെട്ട കന്യാസ്ത്രീക്കാണ് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. അതിങ്ങനെയാണ്. 1936 നോമ്പിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അമലോത്ഭവ പുത്രിമാരുടെ സമൂഹത്തിലെ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ ദർശന പരമ്പരയിൽ ആദ്യത്തെ ദർശനത്തിൽ ടൂറിനിലെ തിരുക്കച്ചയെ അടിസ്ഥാനമാക്കി റോമൻ കുരിയ വഴി ഒരു മെഡൽ നിർമ്മിക്കാൻ 1940 പരിശുദ്ധ അമ്മ അവളോട് ആവശ്യപ്പെട്ടു. ഇത് മരിച്ചുപോയ ഒരു വാഴ്ത്തപ്പെട്ട മദറിന് കിട്ടിയ ദർശനമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ജീവിച്ചിരിക്കുന്ന ആളുകൾ രചിച്ച ജപമാലയെക്കുറിച്ച് ഞാൻ അധികം പറഞ്ഞിട്ടില്ല. ആകെ ഒരു ജപമാലയെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, അജാത ശിശുക്കളുടെ ജപമാല. അത് പിതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെയുള്ള ജപമാലയാണ്. പക്ഷെ ഇത് വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊരു മെഡൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. കാതറിൻ ലെബോറയ്ക്ക് ഇതുപോലെ തന്നെ ഒരു മെഡലാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഈ മെഡൽ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലുള്ള ഒരു മെഡൽ ഇരിക്കട്ടെ ഈശോയുടെ അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഈ ജപമാലയും. അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ ദർശനത്തിനോട് ചേർന്നാണ് ഈ മെഡൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇങ്ങനെ വേണം ഈ മെഡൽ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു ഭാഗത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രം. തിരുമുഖം എന്ന് പറഞ്ഞാൽ ടൂറിനിലെ കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ മുഖമാണ് തിരുമുഖം. അതാണ് നമ്മൾ ഈ കാണുന്നത്, ഈശോയുടെ തിരുമുഖം. അത് എങ്ങനെയാണ് 2 മുഖങ്ങൾ വന്നത് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈശോയുടെ തിരുമുഖം എന്ന് പറയുന്നത് ഈ ഫോട്ടോയാണ്, ഈ മുഖമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ മെഡലിൻ്റെ ഒരു ഭാഗത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രം വേണം. ഇതാണ് തിരുമുഖത്തിൻ്റെ ചിത്രം. അതിൻ്റെ ഒപ്പം ഇലുമിന ഡൊമിനെ വോൾട്ടം ടും സൂപ്പർ നോസ്, ഇങ്ങനെ ഒരു എഴുത്ത്, അതായത് കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് എഴുതണം. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വൃത്താകൃതിയിൽ ഈ തിരുമുഖത്തിൻ്റെ ചുറ്റും. പിന്നെ മറുപുറത്ത് ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ ചിത്രം, അതിൽ IHS എന്ന് വേണം. മനെ നോബിസ്കം ഡൊമിനെ, അതായത് നാഥ ഞങ്ങളോട് കൂടെ വസിച്ചാലും. അതാണ് ഈ ഇപ്പുറത്ത് മെഡലിന് ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ എഴുതണം. അതാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്. അതുപോലെ ഈ തിരുമുഖത്തിൻ്റെ തിരുനാളായിട്ട് ഒരു പ്രത്യേക ദിവസം ഈശോ ഇങ്ങനെ തിരുനാളെ ആഘോഷിക്കണമെന്നും ഈശോ പറഞ്ഞിരുന്നു ഈ സിസ്റ്ററിനോട്.
അപ്പോൾ 9 ദിവസത്തെ നൊവേന ചൊല്ലിയിട്ട് വിഭൂതി ബുധന് തൊട്ടു മുൻപുള്ള ചൊവ്വാഴ്ച ഈ തിരുനാളായിട്ട് കൊണ്ടാടാൻ ഈശോ പറഞ്ഞു. ഷ്രൗഡ് ട്യൂസ്ഡേ. അപ്പോൾ ഈ തിരുമുഖത്തിൻ്റെ മെഡൽ ഉപയോഗിച്ച് വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 12-ാം പിയൂസ് പാപ്പ പരസ്യമായിട്ട് ആദ്യത്തെ മെഡൽ ഏറ്റുവാങ്ങിയത്. എല്ലാ റോമൻ കത്തോലിക്കർക്കുമായി ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രൗവ് ചൊവ്വാഴ്ച ആണെന്ന് പാപ്പ 1958 പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ഇത് സഭയുടെ ആധികാരികമായ സത്യമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് എന്ന്. ഈ ജപമാല ചൊല്ലുമ്പോൾ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ മെഡലിൻ്റെ ചരിത്രം. നമ്മൾ ജപമാല ചൊല്ലിയിട്ട് 5 മണികൾ കഴിയുമ്പോൾ പിന്നെ ഈ മെഡലാണ് വരുന്നത്. ഈ മെഡലിന്മേൽ ചെല്ലാനായിട്ട്, മെഡൽ പിടിച്ച് ചൊല്ലാനായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഞാൻ അന്ന് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ ഈ മെഡൽ പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 5 മണികൾ കഴിഞ്ഞാൽ പിന്നെ ഈ മെഡലാണ് കാണുക. ഈ മെഡൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പരിശുദ്ധവും സംപൂജ്യവും ആരാധ്യവും അപരിമേയവും അവാജ്യവുമായ ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളാലും അൾത്താരയിൽ എത്രയും പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുഹൃദയത്താലും സ്തുതിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇതാണ് ഈ മെഡൽ പിടിച്ച് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് 6 മണികളാണ്. 6 മണികൾ, അങ്ങനെ 5 പ്രാവശ്യം, അപ്പം 30 എണ്ണായി. പിന്നെ ഒരു 3 മണി കാണും. ഈ മണികളുടെയൊക്കെ അർത്ഥം 33 വർഷം ഈ നമ്മുടെ ഈശോ ഭൂമിയിൽ ചിലവഴിച്ചു. അതിൻ്റെ ബഹുമാനാർത്ഥമാണ് 33 മണി. 6 മണികൾ വീതമുള്ള 5 കൂട്ടങ്ങളാണ്. കണ്ടു, 6 മണി വീതമുള്ള ഇതുപോലത്തെ 5 എണ്ണം. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാഴ്ച, കേൾവി, രുചി, സ്പർശനം, മണം എന്നിവകളാൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, തിരുമുഖത്തിനെതിരെ നടത്തിയിട്ടുള്ള ദൂഷണങ്ങൾ, ഇത് പരിഹരിക്കാനാണ് ഈ 5 കൂട്ടങ്ങൾ. 5 പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത ദൈവനിന്ദ, അതിൻ്റെ പരിഹാരമാണ്. അങ്ങനെ നമ്മൾ ചൊല്ലി ചൊല്ലി വരുമ്പോൾ അവസാനം 3 മണി കാണും. 3 മണി അത് നമ്മുടെ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ബഹുമാനാർത്ഥമുള്ളതാണ്. ഇതാണ് ഈ ജപമാല. ഇനി മെഡൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടമണി ഉണ്ടാകും. ആ മണികളിലൊക്കെ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന, എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതാണ് ഈ ഇടയിൽ കാണുന്ന വെള്ളമണികളിൽ ചൊല്ലേണ്ടത്. മറ്റേ 6 മണികളിലും ചൊല്ലേണ്ടത്, ദൈവം ഉണർന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്നും ഓടിപ്പോകട്ടെ. ഇതാണ് ഈ മണികളിൽ നമ്മൾ ചൊല്ലേണ്ടത്, 6 മണികളിൽ. അത് കഴിഞ്ഞാൽ ഇടമണിയിൽ എൻ്റെ ഈശോയെ കരുണയായിരിക്കണമേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അങ്ങനെ നമ്മൾ ഈ 5 കൂട്ടങ്ങളും ചൊല്ലി പിന്നെ 3 മണിയാണ്. അത് പറഞ്ഞല്ലോ, 3 മണി ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ഓർമ്മ. അവിടെയും ഇങ്ങനെ തന്നെ ചൊല്ലി വീണ്ടും നമ്മൾ മെഡലിലേക്കാണ് എത്തുക. അപ്പോൾ ഈ മെഡൽ പിടിച്ച് അവസാനം ചൊല്ലേണ്ട പ്രാർത്ഥന, നിത്യപിതാവേ, നിരീശ്വരവാദികളും ദൈവദൂഷകരും അങ്ങേ തിരുനാമവും ഞായറാഴ്ചകളും മറ്റു വിശുദ്ധ ദിവസങ്ങളും അശുദ്ധമാക്കുന്നവരും ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായി രക്തത്തിനാലും വിയർപ്പിനാലും പൊടിയാലും തുപ്പലിനാലും ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖം അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളിവിടെ ചെയ്യുന്നത് ഇതോടുകൂടി ജപമാല അവസാനിക്കും. നമ്മളിവിടെ ചൊല്ലുന്നത് ഈശോയുടെ തിരുമുഖം, വേദനയാൽ പിടയുന്ന ഈശോയുടെ തിരുമുഖം, തുപ്പലിനാൽ വികൃതമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം. ഈ തിരുമുഖം ദൈവനിഷേധകരുടെയും ദൈവദൂഷകരുടെയും നിരീശ്വരവാദികളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി പിതാവായ ദൈവത്തിന് പുത്രന്റെ മുഖം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുമുഖ ജപമാല
ഭയങ്കര അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. അത് ഞാൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. വലിയ വലിയ അത്ഭുതങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് ഒരു അത്ഭുതകരമായിട്ട് ഈ ജപമാലയുടെ പുസ്തകം എനിക്ക് ആദ്യം കിട്ടുന്നു, പിന്നെ ജപമാല വരുന്നത്. അതിനുശേഷമാണ് ടൂറിനിലെ തിരുക്കച്ചയുടെ ഒരു ഫോട്ടോ, ആ തിരുക്കച്ചയുടെ ഫോട്ടോ ഇരിക്കുന്ന ഫ്രാൻസിലെ ദേവാലയത്തിൽ തിരുക്കച്ചയുടെ മുൻപിൽ കത്തുന്ന എണ്ണ എനിക്കൊരു സഹോദരൻ എത്തിക്കുകയുണ്ടായി. അതൊരു അത്ഭുതകരമായിട്ടുള്ള വിടുതലുണ്ട് ആ തൈലത്തിന് എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു. സ്വതവേ ഞാനിങ്ങനെ ഏത് പള്ളികളിൽ പോയാലും, ഇപ്പം മറിയം ത്രേസ്യാമ്മയുടെ പള്ളിയിൽ പോയാൽ, അൽഫോൻസമ്മയുടെ പള്ളിയിൽ പോയാൽ അവിടെ കിട്ടുന്ന എണ്ണകളൊക്കെ വാങ്ങും. പ്രത്യേകിച്ചും ഞാനിപ്പോൾ ക്യാൻസർ വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ വാങ്ങും. വേളാങ്കണ്ണി മാതാവിൻ്റെ എണ്ണയാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുക. അപ്പം അങ്ങനെ ഒരു ശീലമുണ്ട്. എവിടെ പോയാലും എണ്ണ വാങ്ങും. അത് ഞാനത് ഉപയോഗിക്കും. വെഞ്ചിരിച്ചതല്ലേ, ഒരു പുരോഹിതൻ വെഞ്ചിരിച്ചതാവുമല്ലോ, അതുകൊണ്ടാണ് അതങ്ങനെ ഉപയോഗിക്കുന്നത്. വേറെ അതിന് ഡീപ്പായിട്ട് അർത്ഥങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ വിശ്വാസം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയിലാണ് അത്ഭുതങ്ങൾ. പക്ഷേ നീ വിശ്വസിച്ചാൽ ഈ മലയോട് മാറിപ്പൊക്കോളാൻ പറഞ്ഞാൽ പോകുമെന്ന് നമ്മുടെ നാഥൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ നല്ലതാണെങ്കിൽ ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചാൽ അത് സംഭവിക്കും. നമ്മളിവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ എൻ്റെ പതിവ് പരിപാടിയാണ് എണ്ണ വാങ്ങലും മെഴുകുതിരി കത്തിക്കലും. പിന്നത്തെ ഒരു പരിപാടിയാണ് അവിടെ കത്താതെ നിൽക്കുന്ന എല്ലാ മെഴുകുതിരികളും കത്തിച്ചിട്ടേ പോരുള്ളൂ. അങ്ങനെയും ഉണ്ട്. അതിനൊന്നും വേറെ ഞാൻ അർത്ഥം കണ്ടിട്ടില്ല. അതാണ് കത്താണ്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കത്തിക്കും. എണ്ണ അങ്ങനെ വാങ്ങും. ആ എണ്ണ തന്നെയാണ്, വെഞ്ചരിച്ച എണ്ണകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഒരു തൈലം കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് നന്നായി തൈലം. പക്ഷേ ഇതിൻ്റെ വില എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഈ തൈലം വെച്ചിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇപ്പോൾ അതുകൊണ്ട് തൊട്ട് കുരിശ് വരയ്ക്കും. ഞാനത് വരയ്ക്കുമ്പോൾ പറയും, ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമുഖത്തിൻ്റെ ചിത്രത്തിൻ്റെ അടുത്ത് കത്തുന്ന തൈലാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇത് ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തമാണെന്ന്. എനിക്ക് വിശ്വസിക്കാമല്ലോ. അങ്ങനെ ഈശോയുടെ തിരുരക്തമാണ് ഇതെന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും അതിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നപ്പോൾ വലിയ മാരക രോഗികൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് വെച്ചത്. അങ്ങനെ ഇരിക്കെ ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ച ഒരു അമ്മ 2 മക്കളെയും കൊണ്ടുവന്നു, 2 ചെറുപ്പക്കാരെ. അതിൽ ആ അമ്മ എന്നോട് പറഞ്ഞു, ചേച്ചി ഇതൊന്ന് ആ തൈലം പൂശി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം അത് ക്യാൻസർ രോഗികൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതൊന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയോ ഒന്ന് വെറുതെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനെന്താ കുഴപ്പം? ആ തൈലത്തിൻ്റെ എത്ര പോകുന്ന കുപ്പിയാണെങ്കിലും ഞാനത് തരാം. കാരണം എന്താ അസുഖം നോക്കുമ്പോൾ ആ മകൻ്റെ കാല് ശരിക്കും കരിക്കട്ട കളറായിട്ട് പഴുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലാണത്രേ. എന്തോ ഒരു അലർജി ആണോ എന്താണെന്നറിയില്ല. നമുക്ക് കണ്ട സങ്കടം തോന്നും. ഞാൻ പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ അസുഖം വന്നിട്ട് എന്തിനാ തൈലത്തിന് ഇങ്ങനെ ചോദിച്ചു വാങ്ങണ്ട, ഞാൻ പുരട്ടിത്തരാം എന്ന് പറഞ്ഞ് ഈ തിരുമുഖത്തിൻ്റെ മുമ്പിൽ കത്തുന്ന തൈലം ഞാൻ അവർക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു ആ തൈലം കൊണ്ട്. പ്രിയ സഹോദരങ്ങളെ, പിന്നെ അവർ പറയാണ് 10-25 വയസ്സോ 26 വയസ്സുണ്ടെന്ന് തോന്നുന്നു ആ മകന്. വർഷങ്ങളായിന്ന് ചൊറിച്ചലും ചൊറിഞ്ഞ് പൊട്ടി പഴുപ്പൊലിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ സങ്കടപ്പെട്ടിരിക്കുക. 7000 രൂപയുടെ മരുന്നാണ്ട് കഴിക്കണമെന്നാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ. അങ്ങനെ കഴിച്ചെന്ന് അവരൊരു വോയിസ് മെസ്സേജ് ഇടാണ്. അവർക്ക് ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചത് പിന്നെ ഭയങ്കര മാറ്റമാണ് അത്ര. സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. ആ മുറിവുകളൊക്കെ ഇങ്ങനെ പഴുത്ത് വ്രണമായിട്ട് ഇങ്ങനെ ഒലിച്ചു വന്നിരുന്നത് അതെല്ലാം കരിഞ്ഞു പോയിന്ന്. കാലിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അവർ ഫോട്ടോ സഹിതം എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ വീഡിയോസിൻ്റെ ഒപ്പം അവരുടെ ഓഡിയോ ഇതിലേക്ക് സെൻഡ് ചെയ്യാൻ ആക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കൂടെ ആരും ഇല്ല, താനും മക്കളൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓഡിയോ സെൻഡ് ചെയ്യേണ്ട ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരതിൽ ആ ഓഡിയോ മെസ്സേജിൽ പറയാണ് ഭയങ്കര അത്ഭുതകരമായിട്ട്. അത് ഞാൻ പിന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രാൻസിൽ എവിടെ നിന്നാണോ എനിക്ക് ഈ തിരുമുഖത്തിൻ്റെ ഓയിൽ കിട്ടിയത് അവിടേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ വോയിസും അയച്ചു കൊടുത്തിട്ടുണ്ട്.
അതൊരു വലിയ സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വീണ്ടും ഇതുപോലെ സെയിം അസുഖമുള്ള ഒരു ആൾക്ക് ഞാനിത് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ തിരുമുഖത്തിൻ്റെ ഓയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞു വന്നത് ഈശോയുടെ തിരുമുഖം, അത് യഥാർത്ഥ മുഖം, ശാസ്ത്രം അംഗീകരിച്ചതാണല്ലോ. ഈശോയുടെ മൃതദേഹം പൊതിഞ്ഞ കച്ചയിൽ നിന്ന് കിട്ടിയ ആ ചായയുള്ള തിരുമുഖം, ആ തിരുമുഖത്തിന് എന്ത് അത്ഭുതം വേണമെങ്കിൽ ചെയ്യാം. കാരണം അത് ഈശോയാണ്, അത് നമ്മുടെ ദൈവമാണ്. ഈശോയാണ് ബലി നമുക്ക് വേണ്ടി നടത്തിയത്. പരിശുദ്ധ കുർബാനയാണത്. അപ്പം ആ കുർബാനയിൽ നിന്ന് എന്ത് അത്ഭുതം വേണമെങ്കിൽ നടക്കാം. സൂര്യൻ ചിലപ്പോൾ പടിഞ്ഞാറ് ഉദിച്ചു എന്നും വരാം, കിഴക്ക് അസ്തമിച്ചു എന്നും വരാം. അത് ഈശോയ്ക്ക് സാധിക്കും, അത് ഈശോയ്ക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് എന്തിനേക്കാളും ഉപരി ഏറ്റവും അധികം വിശ്വസിക്കേണ്ടതും നമ്മൾ ആശ്രയിക്കേണ്ടതും ഞാൻ പറയും ഈ തിരുമുഖത്തിനെയാണ്, ഈശോയുടെ തിരുമുഖത്തിന്. പ്രത്യേകിച്ചും ഇതാണ് ഈശോയുടെ മുഖം എന്ന് ആ കച്ചയിൽ പതിഞ്ഞ ചിത്രം, ആ ചായ എടുത്ത് എന്തൊക്കെയോ ശാസ്ത്രീയപരമായിട്ട് ഇതൊക്കെ നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള ഇതുമാണല്ലോ ഈശോയുടെ തിരുമുഖം. ഈ തിരുമുഖത്തിന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഇത് ദൈവമാണ്, ഇതാണ് പരിശുദ്ധ കുർബാന. ഈ ദൈവമാണ് നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഈ ജപമാലയെക്കുറിച്ച്, ഇത് ജപമാല അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എനിക്കിത് പെട്ടെന്ന് തന്നെ എന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം എൻ്റെ ജീവിത പങ്കാളി ഇത്രയും ദിവസം രാജഗിരി ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. കുറച്ചുകൂടി ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒന്നും ആരോഗ്യത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഓട്ടത്തിലും ഇത്തിരി ടെൻഷനിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിലാണെങ്കിലും മക്കളില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊന്നും ശരിക്ക് പോകുന്നില്ല. മറ്റുള്ളവരുടെ ആശ്രയത്തിന്മേൽ ഇപ്പോൾ കഴിയാണ് ഓരോന്നിനും. ഇപ്പോൾ പലചരക്ക് വാങ്ങണമെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കണം. ഒരു കുർബാനയ്ക്ക് പോകാൻ കൊതിക്കുക കൊണ്ടുപോകാനായിട്ട്, നമ്മുടെ സൗകര്യത്തിന് പോകാനായിട്ട് നമുക്ക് ഒരു മാർഗവുമില്ല. അപ്പോൾ നിത്യം കുർബാന കാണാൻ സാധിക്കുന്നവരെ നിങ്ങൾക്ക് അതിൻ്റെ വില അത് പറ്റാതാവുമ്പോഴേ അറിയുള്ളൂ. നിത്യവും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ, ഭാഗ്യവതി. അതിൽ വലിയ ഭാഗ്യമില്ല. കാരണം ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നിട്ട് നമുക്ക് വേണ്ടി ഇവർ എത്ര കുർബാന അർപ്പിച്ചാലും അതൊന്നും നമ്മൾ നേരിട്ട് അർപ്പിക്കുന്ന കുർബാനയുടെ ഫലം ആവില്ല. അതുകൊണ്ട് പറ്റാവുന്ന സമയം മുഴുവൻ, പറ്റാവുന്ന ദിവസം മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കണമേ എന്നാണ് ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന, എൻ്റെ യാചനയും നിങ്ങളോട്. അപ്പോൾ ഈശോയുടെ ഈ തിരുമുഖം ചെയ്യാത്ത അത്ഭുതങ്ങളൊന്നുമില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളിത് എപ്പോഴും ഈ തിരുമുഖത്തിൽ നിന്ന് ഒഴുകുന്ന തിരുമുഖത്തിൻ്റെ മുമ്പിൽ കത്തുന്ന തൈലം ഞങ്ങൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഈ സാക്ഷി അവിടേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈശോയുടെ തിരുമുഖത്തോടുള്ള ജപമാല. വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന സിസ്റ്റർ രചിച്ച ജപമാല. നിങ്ങൾ ഈ ജപമാല വാങ്ങി ചൊല്ലിയാൽ അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വിടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ചും ഈ ജപമാല എന്തിനു വേണ്ടിയാണ് ഈ തിരുമുഖത്തോടുള്ള ഭക്തി എന്ന് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരുമുഖത്തിൻ്റെ ഭക്തി നിരീശ്വരവാദികളുടെയും അതുപോലെ ദൈവദൂഷകരുടെയും തിരുനാമത്തിൻ്റെ നിന്ദനം നടത്തുന്നവരുടെയും ഞായറാഴ്ചകളും കടമുള്ള ദിവസങ്ങളും വേണ്ടതുപോലെ ബഹുമാനിക്കാതെ അശുദ്ധമാക്കുന്നവരുടെയും പാപത്തിൻ്റെ പരിഹാരമാണ്. ഫാത്തിമയിൽ പറയുന്നതിന് മുൻപ് തന്നെ 1840കളിലാണ് ഈ നിരീശ്വരവാദ കമ്മ്യൂണിസം വ്യാപകമാകുന്നതിനെ കുറിച്ചും നിത്യമായി നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഈശോ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്. ഓർക്കണം, 1917 ഫാത്തിമയിലെ ദർശനം വരുന്നത്. അപ്പോൾ 1840കളിലാണ് ഇതിനെക്കുറിച്ച് സന്ദേശം കൊടുത്തിട്ടുള്ളത്. അതായത് ഭാവിയിൽ ഈ നിരീശ്വരത്വം മുഖേന വളരെയധികം ആത്മാക്കൾ നശിച്ചു പോകും. അതിൻ്റെ പരിഹാരമായിട്ടാണ് ഈ തിരുമുഖത്തിൻ്റെ ഭക്തി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തിരുമുഖത്തിൻ്റെ ഭക്തിയും തിരുമുഖ ജപമാലയുമാണ് അനേകം ആത്മാക്കളെ
നിത്യനാശത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളത് എന്നാണ് ഈ വായനകളിലൂടെ, ഈ ദർശനങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയുക. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തി ഒരു വലിയ ഭക്തയായിരുന്നു ഇന്ന്, ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്ത. ഈ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞാനിതിൻ്റെ ഫോൺ നമ്പർ ഇതിൻ്റെ ഒപ്പം അയക്കാം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതിന് കുറേ കൂടുതൽ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇത് വാങ്ങി വായിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആത്മാക്കൾക്ക് വേണ്ടി ഈശോ എന്തുമാത്രം ദാഹിക്കുന്നുണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കും. 12-ാം പിയൂസ് മാർപ്പാപ്പ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണിത്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഈ ആലിസേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ജപമാലനെ കുറിച്ച് പറയും എന്നൊന്നും കരുതണ്ട. ഇതൊക്കെ മാർപ്പാപ്പമാർ അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 1885 ഈ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ലയോ 13 മാർപ്പാപ്പയാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ഫ്രാൻസിലെ ടൂർസിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ചാപ്പലുള്ളതും ഈ ആഗോളതലത്തിൽ സഹോദര സഖ്യവും സ്ഥാപിതമായിട്ടുണ്ട്. ഇതിന്റെ ആസ്ഥാന മന്ദിരം ലിയോ 13 മാർപ്പാപ്പയുടെ പഴയ വസതിയായിരുന്നു. ഇപ്പോൾ അത് ഫ്രാൻസിലെ ടൂർസിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ചാപ്പലാണെന്ന്. അതിന്റെ മുമ്പിൽ നിന്നും കത്തുന്ന എണ്ണയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പുസ്തകമാണ്. നിങ്ങളിത് വാങ്ങി വായിച്ച് പ്രാർത്ഥിക്കുക. എന്നും ഈശോയുടെ മുഖം ധ്യാനിക്കുക. ഈശോയുടെ മുഖം നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. ഈ മുഖമാണ് നമ്മൾ പിതാവിന് സമർപ്പിക്കേണ്ടത് പരിഹാരമായിട്ട്. അതെപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ഈശോയുടെ ഈ പുസ്തകം നിങ്ങൾ ഈ കാണുന്ന 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. ഒന്ന് വിദേശ നമ്പറാണ്. ഞാൻ എഴുതുന്ന ഹെഡിങ്ങിൻ്റെ അടിയിൽ നിങ്ങൾക്കായിട്ട് എഴുതി ഇടാം. പിന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഈ ആലിസേച്ചി ഇങ്ങനെ ഈ ജപമാല വാങ്ങാൻ പറയുന്നുണ്ട്, ഇതിൽ എന്തോ ബിസിനസ് ഉണ്ട്, എനിക്കൊരു കമ്മീഷൻ ഉണ്ടെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ കമ്മീഷനൊന്നുമില്ല. ഞാൻ മരണം കാത്തു കിടക്കുന്ന ഒരു ആത്മാവാണ്. എൻ്റെ ഏക ലക്ഷ്യം എൻ്റെ ആത്മാവിന് ഒരു ശുദ്ധീകരണം വരണം. അതാണ് ഉള്ളൂ എൻ്റെ ഈ ജീവിതത്തിലെ ലക്ഷ്യം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ കീമോതെറാപ്പി കഴിഞ്ഞപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോകത്തോട് പറയണമെന്ന് പറഞ്ഞിട്ട്. ഞാനിത് പറഞ്ഞ് കടന്നു പോകുമ്പോൾ ഞാനിത് പറഞ്ഞില്ല എങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ മക്കളെ നീ എന്തുകൊണ്ട് ഉപദേശിച്ചില്ല, എന്തുകൊണ്ട് നീ ഇത് പറയാൻ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ട് അതിനും കൂടി ശുദ്ധീകരണ സ്ഥലത്ത് ഞാൻ സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഈശോ വളരെ ശക്തമായ സന്ദേശം തന്നിട്ടുള്ളതാണ്. ഈശോയുടെ ഈ തിരുമുഖ ജപമാല നിങ്ങൾ ചൊല്ലണം. ഈ പുസ്തകവും നിങ്ങൾ വാങ്ങി വായിക്കണം. ഇത് ആകെ ഒരെണ്ണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സ്റ്റാർസിനേഷൻ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ അത് എപ്പോഴും വേണം, ഈശോയുടെ മുഖം ധ്യാനിക്കാൻ. ഇന്ന് എനിക്കിപ്പോൾ ഈശോയുടെ ഫോട്ടോയൊക്കെ കിട്ടി. എനിക്കൊരു ബ്രദർ എനിക്കത് തന്നു. അതുപോലെ ഇപ്പോൾ ഈ പുസ്തകം അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ വാങ്ങി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്നും ഒരു തിരുമുഖ ജപമാല ചൊല്ലിയാൽ നല്ലതാണ്. ഞാൻ നിങ്ങളോട് നിർബന്ധമൊന്നും പറയില്ല, സമയം ഉണ്ടാകില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും. അപ്പം എന്തായാലും ഇത് ചൊല്ലിയാൽ നല്ലതാണ്. ഈ ജപമാല നിങ്ങൾക്ക് തരുന്നവരും ഒരു പൈസ പോലും ലാഭം എടുത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. നല്ല ചിലവുണ്ട്. ഇത് അമേരിക്ക എവിടെ നിന്നോ ആണ് ഈ മെഡലൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. അവരും ഇത് ഫുൾ ചാരിറ്റി സർവീസായിട്ടാണ് അവരത് ചെയ്യുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് വാങ്ങാം. ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള വില മാത്രമേ അവർ വാങ്ങുന്നുള്ളൂ. അതൊന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ സുഖമില്ലാത്തടുത്ത് ഈ പുസ്തകവും വെച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം എനിക്കുണ്ടായ അനുഭവമാണ് തിരുമുഖത്തിൻ്റെ ഓയിലിൻ്റെ അനുഭവം. ഇത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഓയിൽ പെരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാറും എന്നൊന്നും വിചാരിക്കണ്ട. അത് ഈശോ പദ്ധതിയിലിട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രം അങ്ങനെ സൗഖ്യം കിട്ടുള്ളൂ. അത് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ആലോചിച്ചറിയാം. കാരണം ഈശോ ജീവിച്ച കാലത്ത് പോലും ലോകത്തിലെ എല്ലാ രോഗങ്ങളും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയിട്ടില്ല. കർത്താവ് പ്ലാൻ ഇട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്. ചിലർക്ക് അത് സഹനമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മാറ്റണമെങ്കിൽ അത് ഈശോ മാറ്റിക്കൊള്ളുമെന്ന്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഈശോ രോഗം മാറ്റി ഒരു അത്ഭുതം നടത്തിയിട്ട് എന്നെ സന്തോഷിപ്പിക്കാനല്ല പദ്ധതി. ഈ രോഗത്തിൽ കൂടെ കടന്ന് ഇതിനെ ഫൈറ്റ് ചെയ്ത് ജീവിച്ച് ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന്
പൊതുജനത്തിന് കാണിച്ചു കൊടുക്കാനായിരിക്കും എന്നെക്കുറിച്ചുള്ള പദ്ധതി. അതും എത്ര നാളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഉള്ള നാള് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈശോയുടെ ഈ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം, വായിക്കാം, എന്നിട്ട് ജപമാല ചൊല്ലാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അനേകം അത്ഭുതങ്ങൾ ഈ ജപമാല വഴി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.